സുഹൃത്തും മലയാളികൾക്ക് അറിയപ്പെടുന്ന ഒരു താരവുമുണ്ട്. നമ്മുടെ പ്രതിജ്ഞൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നിസാര പെർഫോമർ അല്ല, ഗംഭീര പെർഫോമറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു മിമിക്സ് മാന്ത്രികൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന താരമാണ്. സ്വാഗതം ചെയ്യാം പ്രതിജ്ഞൻ. നമസ്കാരം. ഞാൻ ആദ്യം തന്നെ 9 മണിയോട്ട് തന്നെ ഞാൻ അവിടെ ഉണ്ട്. എന്തായാലും എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോൾ എല്ലാവരും മിമിക്രി കണ്ടു. ഞാൻ എൻ്റെ മൈക്കൊന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാതും ശബ്ദങ്ങളാണ്, നടന്മാരൊന്നുമില്ല. ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും. ഇല്ല, ഇദ്ദേഹത്തിനെ ഞാൻ പിടിച്ചു. ചേട്ടൻ ഓടിക്കോ, ഓടിക്കോ. എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് കൈയടിച്ചേ പ്ലീസ്. ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാവരും ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഈ മൈക്ക് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യണം. 1 2 3. അപ്പോൾ നമുക്ക് സമയമില്ല, എല്ലാവരും അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് 3 മിനിറ്റ് കൊണ്ട് നമുക്കിവിടെ വേഗം തീർത്താലോ. അപ്പോൾ എല്ലാ സൗണ്ട് എഫക്റ്റും കൂടെ കൂട്ടിക്കുഴച്ചിട്ട് ഒരു സ്പോട്ട് അപ്പ് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മഴ, ഇത് ട്രെയിൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ജഡ്ജ്മെൻ്റ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു സിനിമയുടെ ഒരു സംഭവം ചെയ്യാം. എനിക്കൊരു സഹായം ചെയ്യണം, കാരണം എൻ്റെ കൂടെ ഉള്ള ആളൊന്നുമില്ല. വെറുതെ മൈക്കിൽ വെറുതെ പുതിയ മതി, ഇത്ര ഡിസ്റ്റൻസ് അത്ര മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. ചേട്ടാ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുക, അതിൻ്റെ ഓഡിയോ കട്ടാക്കുക. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. സിനിമ ഒതുക്കോ. ഒതുട്ടാ. ബാഹുബലി Those who tell me what the bush crack cooking le Onusuku Yakwe Binbate Zelasta Manisprati Prince Igrim Binbate Shortcut Maka Sikute Gratular Sipak Joy! Wahish! Body!
താങ്ക് യു. ടീം സൂപ്പർ സ്റ്റാർ, വെൽക്കം. വെൽക്കം. ഞങ്ങളുടെ ഭാവനയിൽ ഞങ്ങളുണ്ടാക്കിയൊരു മിമിക്രി. നമ്മുടെ നിയമസഭയുടെ മേൽക്കൂര വാർപ്പ് പൊളിഞ്ഞു വീണിരിക്കുകയാണ്. അപ്പോൾ അത് റീകണ്ടീഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ മലയാള സിനിമയ്ക്ക് ചില താരങ്ങൾക്ക് കരാറ് കൊടുത്താണ് വാർക്കപ്പണി. അപ്പോൾ അതെങ്ങനെയൊന്ന് നോക്കാം. സിയമേ ഞാനെത്തി. ആരാണ് ഈ നേരത്ത് വിളിച്ചു കൂടുന്നത്? ആ മധുമേസ്തിരിയോ? എന്താണ് അതെ. മേസ്തിരി? അല്ല, ജോലിക്ക് വരാന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ജോലിക്കാരെ ഒന്നും കാണുന്നില്ലല്ലോ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ജനാർദ്ദൻ ചേട്ടാ, ചേട്ടന്റെ ഫോണല്ലേ റിങ് അടിക്കുന്നേ? ഓ ജഗദീശേ, നീ ഒന്ന് മിണ്ടാതിരിടാ. ഞാനിന്ന് ലീവാക്കാൻ വേണ്ടി ഫോൺ എടുക്കാതിരുന്നതാ. ഇനി നീ കണ്ട സ്ഥിതിക്ക് ഞാൻ ഈ മധു സാറിനോടൊന്ന് സംസാരിക്കട്ടെ. ആ ഹലോ, ഹലോ, മധു സാറല്ലേ? അതെ മധു സാർ. ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷനിലെത്തി, ഇപ്പൊ എത്തൂ. ഓ എന്നാ പിന്നെ ആ ട്രെയിൻ കയറി ഇങ്ങോട്ട് പോര്. ഹൗ എന്റെ ഈശ്വര, ഞങ്ങളെത്തി മധു സാർ, ഞങ്ങളെത്തിട്ടോ. നിങ്ങൾ എത്തിയെന്ന് പറയാ, നിങ്ങൾ യുദ്ധത്തിന് വന്നതാണോ? അല്ലല്ലോ, പണിക്ക് വന്നതല്ലേ? അതെ, നിങ്ങൾ എത്ര പേരുണ്ട് ജോലിക്ക്? ഞങ്ങൾ ലിസ്റ്റ്. മലപ്പുറത്തുനിന്ന് 4 പേര്, കോഴിക്കോട്ടുനിന്ന് 3 പേര്, ആകെ മൊത്തം 12 പേര്. സോറി, തെറ്റിപ്പോയി. നിങ്ങൾക്ക് എന്ത് ഭക്ഷണമാണ് വേണ്ടത്? കൊക്കിറച്ചിണ്ടോ? കൊക്കിറച്ചി കൊക്കിറച്ചി കിട്ടൂല. മന്തിയുണ്ട്, കാടയുണ്ട്. ഇത് പ്രത്യേകം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കോഴിക്കോട്ടുകാരനായ മാമുക്കോയുണ്ട്, അയാളോട് ചോദിക്കാം. എല്ലാവർക്കും ഇല്ല ബിരിയാണി ഉണ്ട് ഇവിടെ. മന്തിണ്ട്, ബിരിയാണി ഉണ്ട്, കപ്പുണ്ട്, നെയ്ച്ചോറുണ്ട്, വെറുംചോറുണ്ട്. എന്നാൽ പിന്നെ ബിരിയാണി കിട്ടോ? ബിരിയാണി അതെയോ? എന്നാ പണി തുടങ്ങിയോളി. ആ നമ്മളെ തിലകൻ ചേട്ടൻ തന്നെ ആദ്യമായിട്ട് മെഷീൻ സ്റ്റാർട്ടാക്കിയോട്ടെ കോൺക്രീറ്റിന്റെ. ആരാ സിമെന്റ് പാർപ്പിക്കുന്നേ? സിമെന്റ് ഇടുന്നത് നമ്മുടെ കൊച്ചുപ്രേമ ഏട്ടനാണ്. എന്നിട്ടേ എന്റെ പൊന്നു കൊച്ചുപ്രേമ, ആ സിമെന്റ് കിട്ടിയത് മച്ചമ്പി, ആ സിമെന്റ് ഞാൻ ഇട്ടോളാം. ആരാണ് മേലക്കൂടി ഒരു കറുത്ത കൊടിയുമായിട്ട് വരുന്നത്? സാർ ഞാനെത്തി. എന്റെ സവർ ഇവിടെ പോയി. ഞാൻ ഈ സവർ ഞാൻ എടുത്തോട്ടെ. പൊന്നാരയ, നമ്മളെ നിങ്ങളെ ശൗലല്ലേ, നമ്മളെ ചട്ടകാണ്. അടുത്താൻ്റെ മുട്ടുംകാലി ഞാൻ തല്ലി കുറിച്ചു. പണിയെടുത്ത് പോയാണ്ട്. എന്നാൽ പിന്നെ ഞാൻ കോൺക്രീറ്റ് കുഴയ്ക്കാൻ പോവണേ. കോൺക്രീറ്റ് കഴിക്കാൻ ഞാൻ നല്ലൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം നല്ല കുഴയാ, കുഴച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം. എടാ വേഗം പണി തീർക്കടാ. എന്റെ അമ്മേ, ആവു ഇത് കൊളായിട്ടോ, ഇത് കൊളായി. ആ കൊച്ചുപ്രേമന് സിമെന്റിന്റെ പകരം വിട്ടത് ചാണകപ്പൊടിയാണോ? ചാണകപ്പൊടി. എന്റെ അമ്മേ, ഈ കോൺക്രീറ്റ് കൊളായി. ഇതുപോലുള്ള പണിക്കാരെ കൊണ്ടുവരുന്നത് എനിക്കൊരു ഒറ്റ കാര്യമേ പറയാറുള്ളൂ, കടക്ക് പുറത്ത്.